പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു ആദ്യം പുസ്തക പ്രകാശനം നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വേടനും പുസ്തകം സ്വീകരിക്കുന്ന പ്രിയ സുഹൃത്ത് സണ്ണിയും കവിക്കാടും ആ ദൗത്യം നിർവഹിക്കുന്നതാണ്. അതിനുശേഷം സംസാരിക്കാൻ മറ്റുള്ള ഇവിടെ വേദിയിലെത്തിയ മുഴുവൻ ആളുകളും വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യമായി പ്രകാശനത്തിന് വേണ്ടി രണ്ടുപേരെയും ക്ഷണിക്കുക. ഭഗവത്ഗീതയും അയ്യപ്പനും എന്ന ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിൻ്റെ പുസ്തകമാണ് നിങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിയിൽ അധ്യക്ഷനായി ഒരു ദീർഘ പ്രഭാഷണം ഈ അവസരത്തിൽ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള മേഡൻ്റെയും അതുപോലുള്ള സണ്ണിയുടെയുമൊക്കെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി, സംസാരങ്ങൾക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നെനിക്കറിയാം. എങ്കിലും രണ്ട് വാക്ക് മാത്രം അധ്യക്ഷ നിലയിൽ ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഇന്ന് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ അദ്ദേഹത്തിൻ്റെ പുസ്തകവുമായി കോഴിക്കോട്ട് വളരെ യാദൃച്ഛികമായി എത്തിയിരിക്കുകയാണ്. ഈ പുസ്തകം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്ന എഴുത്തുകാരനും പ്രഭാഷകനുമാണ്. ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനായി ശ്യാംകുമാർ മാറി എന്നത് തീർച്ചയായും അദ്ദേഹം ഇന്ത്യയിലെ തന്നെ സാംസ്കാരിക പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ആശയാധികാര വ്യവസ്ഥ എന്നുള്ളത് നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ജാതി കേന്ദ്രിതമായിട്ടുള്ള വ്യവസ്ഥയാണ് എന്നുള്ളത് ആരും പറയാതെ തന്നെ നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ഒരു ആശയാധികാര വ്യവസ്ഥയെ ഇന്ത്യയിൽ വളരെ അപൂർവമായി മാത്രമാണ് പ്രതിരോധിക്കുകയോ അതിനെ മറികടക്കുന്ന രീതിയിൽ, ഉല്ലംഘിക്കുന്ന രീതിയിൽ ജ്ഞാനോദയപരമായിട്ടുള്ള നവോത്ഥാനപരമായിട്ടുള്ള പ്രതിചിന്തകൾ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഗംഭീരമായ സന്ദർഭം എന്നുള്ളത് ഡോക്ടർ അംബേദ്കറിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. തീർച്ചയായും ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി, അച്ഛൻ എന്തുകൊണ്ടാണ് എന്നെ ഈ രാമായണവും മഹാഭാരതവും നിർബന്ധിച്ച് വായിപ്പിച്ചത്? അങ്ങനെ അദ്ദേഹം ചോദിച്ചത് അംബേദ്കർ ആദ്യമായി തന്നെ കിർലോസ്കറെ പരിചയപ്പെടുന്ന, അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ ബുദ്ധനെക്കുറിച്ചുള്ള പുസ്തകം വായിക്കുന്ന സന്ദർഭം ഉണ്ടായതുകൊണ്ടാണ്. അംബേദ്കർ 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ പാസ്സായ സമയത്ത് കൊടുത്തിട്ടുള്ള സ്വീകരണത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ഉണ്ടായ പരിചയമാണ് വാസ്തവത്തിൽ ബറോഡയിൽ നിന്ന് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടുന്നത് ഉൾപ്പെടെ വിദേശ പഠനങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. അപ്പോൾ അച്ഛൻ സാധാരണ മിക്കവാറും ആ കാലത്തൊക്കെയുള്ള എല്ലാ അച്ഛന്മാരെയും പോലെ വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ തരുന്നത് വായിച്ചാൽ മതി എന്ന രീതിയിലുള്ള നിലപാടായിരുന്നു പറഞ്ഞത്. പക്ഷേ വീണ്ടും ഒരു സന്ദർഭത്തിൽ ഇതേ ചോദ്യം അംബേദ്കർ അച്ഛനോട് ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോഴച്ഛൻ പറഞ്ഞു, നീ ഒരു അസ്പൃശ്യനാണ് എന്ന ബോധം നിന്നിലുണ്ടാവുമെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് നീ ആ ഒരു കോംപ്ലക്സ് മറികടക്കണമെങ്കിൽ ഇത് വായിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതി എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ചില കഥാപാത്രങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു. അപ്പോഴാണ് അംബേദ്കർ പറയുന്നത്, ഈ പറഞ്ഞ ഒരു കഥാപാത്രത്തെയും എനിക്ക് ഇഷ്ടമല്ല എന്ന്. മാത്രമല്ല അവിടെ അംബേദ്കർ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഞാൻ ബുദ്ധനെ വായിച്ചതോടുകൂടിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ യഥാർത്ഥത്തിലുണ്ടായ പ്രതിസംസ്കാരത്തെക്കുറിച്ച്, വിപ്ലവത്തെക്കുറിച്ച്, സാമൂഹികപരമായ ചിന്തയെക്കുറിച്ച് ബോധവാനാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും അതിനുള്ള ഒരു അവസരം എങ്ങനെയാണ് നമ്മുടെ വീടുകൾ, നമ്മുടെ സമൂഹങ്ങൾ ഇല്ലാതായി പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് വാസ്തവത്തിൽ അന്ന് പ്രസിദ്ധീകരിക്കാതെ പോയ, പിൽക്കാലത്ത് പ്രസിദ്ധീകരിച്ചുള്ള അംബേദ്കറുടെ ബുദ്ധനും ധമ്മയും എന്നുള്ള കൃതിയുടെ ആമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്. പിന്നീട് അത് പല എഴുത്തുകാരും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് അംബേദ്കർ തുടങ്ങി വെച്ച ആ ഒരു പ്രതിചിന്തയുടെ തുടർച്ച വാസ്തവത്തിൽ ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എഴുത്തുകാരിൽ കാണാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഇന്നത്തെ പുതിയ തലമുറയിൽ നിന്ന്, ഇവിടെ OP രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് വരെ ഈ സന്ദേശം എത്തുന്ന രീതിയിൽ ഒരു വശത്ത് വേടനും സാമൂഹികമായ സാംസ്കാരികമായ വായനയിലേക്ക് പ്രവേശിച്ച ഏതെങ്കിലും രീതിയിലൊരു പ്രതിസംസ്കാരം ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ മുഴുവൻ ശ്യാംകുമാറും സണ്ണിയുമൊക്കെ നിരന്തരം, നമുക്ക് അറിയാവുന്ന പോലെ നിരന്തരം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അവരതിൽ സമർപ്പിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാംസ്കാരികമായ ആശയാധികാര വ്യവസ്ഥയുടെ അതീശത്തെ മറികടക്കുക എന്നുള്ളത്, ഉല്ലംഘിക്കുക എന്നുള്ളത്, അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് വളരെ സാഹസികമായിട്ടുള്ള, വളരെ ദുസ്സഹമായിട്ടുള്ള, വളരെ ഗൗരവമായിട്ടുള്ള, വളരെ അധികം പഠനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. കാരണം മേൽക്കൈയുള്ള, അതീശത്വം വഹിക്കുന്ന ആളുകളിലൂടെയാണ് തീർച്ചയായും സമൂഹത്തിൽ അതീശാധികാര ആശയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതീശാധികാര ആശയം വെറുതെ നമ്മളിലേക്ക് എത്തുകയില്ല. അതെത്തുന്നത് സമൂഹത്തിൽ അതീശത്വമുള്ള, അധികാരമുള്ള വ്യക്തികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത്, അതിനെ മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര സാഹസികമായിട്ടുള്ള ഒരു സാംസ്കാരിക ദൗത്യമാണ് ശ്യാംകുമാറും വേടനും സണ്ണിയുമൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ ഈ വേദിയിൽ എത്തി ഇവരോടൊപ്പം ഈ വേദി പങ്കിടുന്നു എന്നത് തന്നെ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു സാംസ്കാരിക പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും സംതൃപ്തിയും ഒക്കെ വ്യക്തി എന്ന നിലയിൽ ഞാനും അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ഗംഭീരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ എന്നുള്ള എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.